അതുകൊണ്ട് മനുഷ്യന്മാർ തമ്മിൽ സഹകരിച്ചു പോകണം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനമായ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ സമൂഹമല്ല എന്ന് പറഞ്ഞുകൊടുത്ത് മതം പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായിട്ട് ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാനൊരു 20 വെള്ളി നാണയം ഒരാളെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അയാൾ എൻ്റെ വീട്ടിൽ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങളെടുത്തുണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞപ്പോൾ അകത്ത് പോയി 40 വെള്ളി നാണയം കൊടുത്തു. അയാൾ 20 ചോദിച്ചത്, 40 കൊടുത്തു. എന്നിട്ട് പൂമുഖത്തിരുന്ന് അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ കരയുന്നത് അടുക്കളയിൽ നിന്ന് ഭാര്യ കേട്ടു. ഭാര്യ വന്നു നോക്കുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ കരയാണ്. ഈ സംഭവങ്ങളെല്ലാം ഭാര്യ അറിഞ്ഞിരുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, ഭർത്താവേ, അയാൾ 20 വെള്ളി നാണയാണ് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ കരയാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ 40 കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ അയൽവാസി ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായത്രേ, ഞാൻ ഇതുവരെയും അത് അറിഞ്ഞില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഞാൻ പെടൂലെങ്കിൽ ആരെ ഉമ്മത്തിൽ ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ചാണ് കരഞ്ഞത് എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം സൗഹാർദ്ദത്തിലാണ് പോവേണ്ടത്. എല്ലാ നിലയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് സംഘട്ടനങ്ങളോ അല്ലെങ്കിൽ വെറുപ്പുകളോ ആയി തീരാതെ സംരക്ഷിക്കണം. 2 അഭിപ്രായമുള്ള ആൾക്കാർക്ക്, ഏത് മനുഷ്യന്മാരാണെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ 2 ആയിരിക്കും. അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എല്ലാ അഭിപ്രായമുള്ളവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും നിങ്ങൾ യോജിച്ചോണമെന്നില്ല. അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ തമ്മിലുള്ള സംഘടനത്തിന് കാരണമാവാൻ പാടില്ല. നമ്മൾ തമ്മിൽ യോജിപ്പിലും ഐക്യത്തിലും മനുഷ്യപരമായ സൗഹാർദ്ദത്തിലും മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി ഉത്ബോധിപ്പിക്കുന്നു. സഹോദരങ്ങളെ, കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞത്. കുടുംബം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അർത്ഥത്തിൽ പരിചയപ്പെടുത്തി, പല തലത്തിൽ പരിചയപ്പെടുത്തി. അഹ്ലി എന്നാണ് ഖുർആൻ അതിനുപയോഗിച്ച വാക്ക്. സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം 980 കൊല്ലം ദീന് പറഞ്ഞിട്ട് ആൾക്കാർ വരാതിരുന്നപ്പോൾ ആൾക്കാർക്കിടയിൽ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആയിരുന്നു, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഭൂമിയിൽ ബാക്കിയാക്കരുത് എന്ന് ദുആയിരുന്നു. അല്ലാഹു തആല ദുആ കബൂലാക്കി. 40 കൊല്ലം കഴിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന് ഒരു സന്ദേശം അറിയിച്ചു, നിങ്ങളെ ബന്ധുക്കാരെല്ലാവരെയും നമ്മൾ സംരക്ഷിച്ചോളാം. നൂഹ് നബി ആ സന്തോഷത്തിലിരുന്നു. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആൾക്കാരിങ്ങനെ കളിയാക്കാൻ തുടങ്ങി, നൂഹേ, വല്ല കടലിന്റെ കരയെ കൊണ്ടുപോയിട്ട് കപ്പലുണ്ടാക്കുകയാണെങ്കിൽ വെള്ളം പൊന്തുമ്പോൾ ഇറക്കി വിട്ടാലും മീനെങ്കിലും പിടിച്ചായിരുന്നു, എന്തിനപ്പോ ഈ മലന്റെ മേലെ ഇരുന്ന് ഈ കപ്പലുണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കി. നൂഹ് നബി അലൈഹി സ്വലാം അതൊന്നും കേട്ടില്ല. കാരണം അള്ളാഹു തആല പറഞ്ഞാലേ ഉണ്ടാക്കാൻ. അവരങ്ങനെ ഉണ്ടാക്കി. കപ്പല് പണി കഴിഞ്ഞു, വെള്ളപ്പൊക്കം ഉണ്ടായി. നൂഹ് നബി അലൈഹി സ്വലാമും വിശ്വസിച്ച ആളുകളും കപ്പലിൽ കയറി. വിശ്വസിക്കാത്തവർ മാറി നിന്നു. വെള്ളം ഇങ്ങനെ കൂടി വരികയാണ്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം മകനെ സ്നേഹത്തോടുകൂടെ വിളിച്ചു, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, എന്റെ കുഞ്ഞിമോനെ, യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇർകം മഅനാ, നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറ്, വലാ തകും മഅൽ കാഫിരീൻ, സത്യനിഷേധികളുടെ കൂടെ ആവരുത് എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ അതിൽ കയറുന്നില്ല. സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിലേക്ക് ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മല ഇല്ല എന്നാണ്. ഈ മലമ കയറിക്കൊള്ളാന്നല്ല പറഞ്ഞത്, ഏതെങ്കിലും മലയിൽ കയറിക്കൊള്ളാന്നാണ്. അവിടെ ഒരു മല ഇല്ല. മല ഉണ്ടെങ്കിൽ സആവി ഇലൽ ജബലി എന്ന് അലിഫ് ലാം ചേർത്താണ് പറയാ.
അറിയപ്പെട്ട കാണുന്ന ഒരു സാധനത്തെ പറ്റി പറയുമ്പോൾ റജുല് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്, അർറജുൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. ഭാര്യ ഭർത്താവിനെ മനുഷ്യ എന്ന് വിളിക്കുന്നതിന് റജുൽ എന്ന് പറയില്ല, പിന്നെ അതിന് അർറജുൽ എന്നേ പറയുള്ളൂ. കാരണം ഏത് മനുഷ്യനാന്ന് അറിയാം. ജബൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലയാണ്. അവിടെ അങ്ങനെ ഒരു മല ഉണ്ടെങ്കിൽ ആ മലന്റെ പേര് അൽ ജബൽ എന്നായിരിക്കും. ഇവിടെ ജബൽ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു മല ഇല്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഓന് ഇതിലാണ് കയറാൻ പറ്റണില്ല. അത്ര ആലോചിച്ചിട്ട് ഓന് ഇതിലാണ് കയറാൻ പറ്റണില്ല. അതിൽ പറഞ്ഞു ഞാൻ ഏതെങ്കിലും മലമ്മ കയറി രക്ഷപ്പെട്ടോളാം. വാപ്പ പറഞ്ഞില്ല ആസിമൽ അംറമിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം, അള്ളാഹു റഹ്മത്ത് ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും കയറിയില്ല. അവൻ ആദ്യമൊക്കെ ഇങ്ങനെ വിട്ട് നിന്നു. വെള്ളം വന്നു, കപ്പൽ പൊന്താൻ തുടങ്ങി. നൂഹ് നബി അലൈഹി സ്വലാം മോനെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുവറഖീൻ. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ പോവണ്ട, ഇതുമ്മക്ക് വന്നാൽ മതി. അത് ഒരു അനിവാര്യതയുടെ പേരിൽ പറഞ്ഞതാണ്. നമ്മളിതിവിടെ കേട്ടിരുന്നുങ്ങാണ്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യാഘാതത്തെ ആലോചിച്ച് പറഞ്ഞതാണ്. ഈ പറഞ്ഞതാണ് വിഷയം, നമ്മളെ വിഷയം. ഇതിലേക്ക് വരിക എല്ലാവരും, അത് ഡിലീറ്റ് ചെയ്താളേ. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില അനിവാര്യതകൾ ഉണ്ടാവും, അങ്ങനെയുള്ള. അല്ലെങ്കിൽ നമ്മളിവിടെ സ്റ്റേജും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയുള്ള സംഗതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇതിലേക്ക് വരാം എല്ലാവരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ നൂഹ് നബി അലൈഹി ഇസ്ലാം മോനെ വിളിക്കുന്നു, മോൻ വരുന്നില്ല. ഇന്ന് വേറെ ഒരു രക്ഷയില്ല, മോനെ തീ കയറിക്കോന്ന് പറഞ്ഞു. മോൻ കയറിയില്ല. അവസാനം വഹാല ബൈനഹുമൽ മൗജു, വാപ്പാന്റെയും മകന്റെയും ഇടയിൽ തിരമാലകൾ മറയിട്ടു. വകാന മിനൽ മുവറഖീൻ, മകൻ മരിച്ചു. കുറേ കഴിഞ്ഞു, കപ്പലിങ്ങനെ ഓടി നടന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും ഭൂമിയോട് വെള്ളം വിഴുങ്ങാനും കൽപ്പിച്ചു. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നു. സൂറത്ത് ഹൂദിലുണ്ട്, പല സൂറത്തുകളിലും ഈ ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറഞ്ഞു, വഖീല യാ അർളു ബിലഇ മാഅകി വയാ സമാഉ അഖ്ലി, ഭൂമി നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങ്, ആകാശമേ നീ നിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്തൂ എന്ന് പറഞ്ഞു. വഗീളൽ മാഉ, വെള്ളം മാണ്ടുപോയി. വസ്തവത അലൽ ജൂദി, ജൂദി എന്ന പർവ്വതത്തിന് മുകളിൽ പോയി കപ്പൽ നിന്നു. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നൂഹ് നബിക്ക് ഒരു സന്തോഷവുമുണ്ട്, ഒരു ദുഃഖമുണ്ട്. സന്തോഷം എന്താ വെച്ചാല് ഈ കപ്പലുണ്ടാക്കിയപ്പോ കളിയൊക്കെ കുറെ ആൾക്കാരുണ്ട്. എന്തിനാ നൂഹേ ഈ മലന്റെ മേലെ കപ്പലുണ്ടാക്കണത്? അതുപോലെ കടലിന്റെ കരക്കാണെങ്കിൽ നമുക്ക് നല്ല വെള്ളം ഉണ്ടാവുമ്പോ വേലിയേറ്റം ഉണ്ടാവുമ്പോഴാണ് തള്ളിയിട്ടുങ്ങാണ്ട് മീൻ പിടിച്ചുകൂടായിരുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഓലടയിൽ വലിയ അഭിമാനമായി, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കാൻ പറ്റി. അതേ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. മകൻ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ബന്ധുവിനെ സംരക്ഷിക്കാമെന്ന് അല്ലാഹു തആല പറഞ്ഞതുമാണ്. എന്നിട്ടാ മരിച്ചത്. കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയ നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു. വനാദാ നൂഹ് റബ്ബഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാം റബ്ബിനെ വിളിച്ചു. റബ്ബി ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ ബന്ധുവാണല്ലോ. വ ഇന്ന വഅദകൽ ഹഖ്, നീ എന്നോട് ചെയ്ത വാഗ്ദാനം സത്യമാണ്. വ അൻത അഹ്കമുൽ ഹാകിമീൻ, നീ ലോകം കണ്ട ഏറ്റവും വലിയ വിധികർത്താവാണ്. നമ്മളെ മലബാർ ഭാഷയിലേക്ക് അതിന് കൊണ്ടുവന്നാല് അതിന്റെ അർത്ഥം ഇങ്ങനെ കിട്ടും. എന്തൊരു പണിയെ പഠിച്ചതിനെ കാട്ടിയത്. ഇന്നോട് കുടുംബക്കാരെ മൊത്തം നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ എന്റെ മോനാണ് മരിച്ചു, എന്റെ മകൻ എന്താ എന്റെ കുടുംബമൊന്നും അല്ലേ എന്നാണ് അതിനെ മലയാളത്തേക്ക് കൊടുന്നാ കിട്ടുക. അതിന് അള്ളാഹു ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ എന്റെ കുടുംബമല്ല. ആരെ പറ്റിയിട്ടാണ്? മകനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. നല്ലോണം ആലോചിച്ചോളി എല്ലാരും. മകനെ പറ്റിയിട്ട് പറഞ്ഞു എന്ത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, കാരണം അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാകുന്നു. പോയിന്റ് 2. 1, അവൻ നിന്റെ ബന്ധുവല്ല. പോയിന്റ് 2, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാണ്.
ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരല്ലാത്തത് ചോദിച്ചാ നിൽക്കരുതേ, വിവരല്ലാത്തത് ചോദിക്കരുത്. ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിഡ്ഢികളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച് നിന്നോട് ഞാൻ ഉത്ബോധനം നടത്തുന്നു. ഇന്നി അഅ്ദുക, നിനക്ക് ഞാൻ വഅദ് പറഞ്ഞു തരുന്നു. അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിഡ്ഢികളിൽ പെട്ടുപോകരുത്. 4 കാര്യമാണ് അല്ലാഹു തആല ഇതിന് മറുപടി പറഞ്ഞത്. 1, അവൻ നിന്റെ കുടുംബമല്ല, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. രണ്ടാമത്തെ അതിന്റെ കാരണം ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാണ്. മൂന്നാമത് പറഞ്ഞത് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരല്ലാത്തത് ചോദിക്കരുത്. നാലാമത് പറഞ്ഞത് ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വെഡ്ഡികളിൽ പെട്ടുപോകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു. 4 കാര്യം പറഞ്ഞു. ഓൻ്റെ കുടുംബമല്ലായിരുന്നു, മകനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ കാരണം അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാണ്. ഞാനത് പറഞ്ഞത് എന്തിനാ വെച്ചാല്, സൽക്കർമ്മം ചെയ്യുന്നവന്റെ ബന്ധു സൽക്കർമ്മം ചെയ്യുന്നവനായിരിക്കും. നിക്കരിച്ചണോന്റെ കുടുംബം നിക്കരിച്ചണോനാണ്. നോൽമ്പോൽക്കണോന്റെ കുടുംബക്കാരൻ എന്ന് പറഞ്ഞാൽ നോൽമ്പോൽക്കണോനാണ്. വിശ്വാസിയുടെ കുടുംബം വിശ്വാസിയാണ്. കാഫിറിന്റെ കുടുംബക്കാരൻ കാഫിറാണ്. ഫാസിക്കിന്റെ കുടുംബം ഫാസിക്കാണ്. സ്വാലിഹിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹാകുന്നു. നിക്കരിച്ചണോരൊരു കുടുംബക്കാരും നിക്കരിച്ചാത്തൊരു വേറെ കുടുംബക്കാരും, നോൽമ്പോൽക്കണോരൊരു കുടുംബക്കാരും നോൽമ്പോൽക്കാത്തൊരു വേറെ കുടുംബക്കാരും, നല്ലോരൊരു കുടുംബവും ആകാത്തൊരു വേറൊരു കുടുംബവും, സ്വാലിഹീങ്ങൾ വേറൊരു കുടുംബവും ഫാസിക്കീങ്ങൾ വേറൊരു കുടുംബവുമാണ്. ആരെ കുടുംബത്തിൽ പെടണം? നമ്മളെ രക്തത്തിൽ പറഞ്ഞതുകൊണ്ട് ഖുർആൻ പറഞ്ഞ അഹ്ലാവൂല. അല്ലെങ്കിൽ നമ്മളെ ചെലവിലാണോ പഠിക്കണത്, ഓന്റെ ഫീസ് ഞാൻ അടക്കണത് എന്നുള്ളതുകൊണ്ട് കുടുംബാവൂല. അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് പോയിട്ട് ചോര നീരാക്കി അധ്വാനിക്കുന്നത് ഓന് തിന്നാൻ കൊടുക്കാനാണ് എന്നുള്ളതുകൊണ്ട് കുടുംബാവൂല. സ്വാലിഹായ മനുഷ്യന്റെ കുടുംബം എന്നാൽ സ്വാലിഹാൻ, ഫാസിഖായ മനുഷ്യന്റെ കുടുംബം ഫാസിഖാൻ. ഖുർആനിൽ ഇത് ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. فأما من أوتي كتابه بيمينه, നാളെ മഹ്ശറിൽ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വെച്ച് ഒരാളുടെ നന്മതിന്മകൾ എഴുതിയ ഏട് വലത് കൈയിലൂടെ നൽകപ്പെട്ടാൽ, സ്വാലിഹീങ്ങളായ ആൾക്കാർക്ക് ഓല ഏട് മുൻവശത്ത് കൂടെ വലത് കൈയിലാണ് കൊടുക്കാന്നുണ്ട്. അങ്ങനെ നൽകപ്പെട്ടാൽ ഓന്റെ ഏട് ഒന്നിങ്ങനെ മറിച്ചു വെക്കുന്ന, എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് നോക്കിയാടാ എന്റെ ഏട്, എന്തോ ഒരു രസമുണ്ട് അറിയാം, നല്ലോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا, ഒരു ചെറിയ വിചാരണയെ അവന് നേരിടേണ്ടി വരും. ഹിസാബ് 2 തരത്തിലാണ്, ഹിസാബുൻ യസീർ, ഹിസാബുൻ അസീർ. പ്രയാസമില്ലാത്ത ഹിസാബ്, പ്രയാസമുള്ള ഹിസാബ്. ഹിസാബ് പല നിലക്കുണ്ട്. ചില ആൾക്കാരെ ഹിസാബ് ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയുള്ളവരുണ്ട്. ഹിസാബ് ഒരുപാട് നിലക്കുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ ഒരു നോട്ടം നോക്കും, ആ ബോക്കര പോയിക്കോ, ഓന്റെ ഹിസാബ് കഴിഞ്ഞു. നോൽമ്പ് വെക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. റയ്യാൻ വാതിൽ കടന്ന് ചെല്ലുമ്പോ മലക്കുകൾ ചോദിക്കും, നിങ്ങളിപ്പോ ആരാന്ന് ചോദിക്കും. ഓല് പറയും ഞങ്ങൾ നോൽമ്പ് ഒറ്റവരാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ഹിസാബ് കഴിഞ്ഞിട്ടാണോ വരുന്നതെന്ന് ചോദിക്കും. അതിൽ ഓല് ചോദിക്കും ഹിസാബ് അതെന്താ സാധനം എന്ന് ചോദിക്കും. സംഗതി ഓല് ഹിസാബ് കഴിഞ്ഞിട്ടാ വന്നത്, പക്ഷെ ഓലും കൂടി അറിഞ്ഞില്ല ഓലെ ഹിസാബ്. അങ്ങനെയാണ് ഹിസാബുൻ യസീർ. അള്ളാഹു നമ്മളൊക്കെ ഹിസാബ് യസീർ ആക്കി തരട്ടെ. ഹിസാബുൻ അസീർ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളൊരു ഹിസാബാണ്, കുറച്ച് പ്രയാസം ഉണ്ടാവും. ഹിസാബ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. വലത് കൈയിൽ ഏട് കിട്ടിയാല് നേരിയ ഒരു വിചാരണയെ അവന് നേരിടേണ്ടി വരും. അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരുന്നതാണ്. ഏതാ അവന്റെ ബന്ധു? സ്വർഗാവകാശികൾ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്.
എന്നാൽ ആർക്കെങ്കിലും അവരുടെ ഏട് പിൻവശത്തുകൂടെ ഇടതു കൈയിൽ നൽകപ്പെട്ടാൽ, തിന്മ മുൻതൂക്കമായ ആൾക്കാർക്ക് ഏട് പിന്നിൽ കൂടി ഇടതു കൈയിലാ കൊടുക്കുക. അങ്ങനെ കൊടുത്താല് ഓന്റെ ഏട് ഒരിക്കൊന്നിങ്ങനെ മറിച്ചു നോക്കും. എന്നിട്ട് അവൻ പറയും മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. ഈ ഏടിന് എന്ത് പറ്റി? മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. വലുതും ചെറുതുമായ ഒന്നും ഇതിൽ എഴുതാതിരുന്നില്ലല്ലോ റബ്ബേ എന്നവൻ പറയും. കണ്ണുകൊണ്ട് ഗീബത്ത് പറഞ്ഞു വരണ്ടാവും, ചുണ്ടോണ്ട് കളിയാക്കിയത് അതിലുണ്ടാവും, മൂക്കോണ്ട് പരിഹസിച്ചുണ്ടാവും. നമ്മളെ വിചാരം അതൊന്നും എഴുതൂല എന്നാ. കണ്ണോണ്ടാവുമ്പോ മലക്കുകൾ കാണൂല എന്നാ നമ്മളെ വിചാരം. കണ്ണിട്ട് കാണിച്ചു കൊടുത്തതാണ്, കളിയാക്കിയതാണ്. കണ്ണോണ്ട് കളിയാക്കിയത് എഴുതിയിട്ടുണ്ടാവും. ചെറിയരിലോണ്ട് ഇങ്ങനെ ആണെങ്കിൽ കാണിച്ചത് എഴുതിയിട്ടുണ്ടാവും. ഓനങ്ങനെ നോക്കിയിട്ട് പറയും മാലി ഹാദൽ കിതാബി, ഇതെന്തൊരു കിതാബ റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വലുതും ചെറുതുമായ ഒന്നും ഇതിൽ എഴുതാതിരുന്നില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് അവന്റെ കേടവൻ ആർക്കും കാണിച്ചു കൊടുക്കാതെ കൂട്ടിയിട്ട് കക്ഷത്തിൽ വെക്കും. അപ്പോഴാണ് സൂറത്ത് യാസീൻ വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെക്കും. ശരിക്ക് മഹ്ശറയിൽ വെച്ച് നമ്മുടെ വായക്ക് അല്ലെങ്കിൽ നാവിന് കളവ് പറയാൻ കഴിയില്ല എന്നാണ്. അടിസ്ഥാന സ്വഭാവത്തെയാണ് മഹ്ശറയിൽ പ്രകടിപ്പിക്കുള്ളൂ. നാവിന് അടിസ്ഥാനപരമായി നുണ പറയാനുള്ള കഴിവില്ല. ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട്, ചെറിയൊരു കുട്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഉള്ള മാതിരിയേ പറയുള്ളൂ. വാപ്പ അവിടെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് അറിയും, ഇല്ലെങ്കിൽ ഇല്ല എന്നറിയും. വാപ്പ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഓനോട് ആദ്യം പറഞ്ഞു പഠിപ്പിച്ചാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. അപ്പോ ജന്മനാ നാവിന് കളവ് പറയാനുള്ള കഴിവില്ല, സത്യം പറയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. മഹ്ശറയിൽ ഒരിക്കലും കളവ് പറയില്ല, കാരണം അടിസ്ഥാന കഴിവിനെ മാത്രമാണ് മഹ്ശറയിൽ പ്രകടിപ്പിക്കുക. എന്നാലും എന്തിനാ പിന്നെ ശീല വെക്കണത്? അത് പോകാൻ കുറെ നുണ പറഞ്ഞ് ശീലമായതല്ലേ, തൽക്കാലം മുണ്ടണ്ടാന്ന് തീരുമാനിച്ചിട്ട് ശീല വെച്ചു. എന്നിട്ട് തുകല്ലിമുനാ അയ്ദീഹിം, കൈകൾ സംസാരിക്കുന്നു. തശ്ഹദു അർജുലുഹും, കാല് സാക്ഷി നിൽക്കുന്നു. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതി മൊഴിയും. കാലെന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും. റബ്ബേ ചതിച്ചല്ലോ എന്നെ, ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ. തേങ്ങിക്കാരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. മനുഷ്യനെല്ലാരും ഖേദത്തിലാകും അന്നേ ദിവസം. തിന്മ മുൻതൂക്കമായവർക്ക് പിൻവശത്തുകൂടെ ഇടതു കൈയിൽ ഏട് നൽകപ്പെട്ടാൽ അവന്റെ നാശത്തെ വിളിച്ചുകൊണ്ടിരിക്കും. വേദനാജനകമായ നരകത്തിലേക്ക് അവൻ ചെന്ന് ചാടും. ഇന്നഹു കാന ബി അഹ്ലിഹി മസ്റൂറ, കാരണം അവൻ അവന്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയും നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയുമാണ്. അപ്പൊ നമ്മളെ വരേനാണോ താമസിച്ചത്, മേലത്തെ റൂമോ എൻ്റെ ഒറ്റയ്ക്കായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കുടുംബമാവൂല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി
യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങോട്ട് നോക്കുക എല്ലാവരും മുഅ്മിനീങ്ങളെ. കുട്ടികൾ നന്നാവാൻ 5 കാര്യങ്ങൾ. ഈ 5ഉം ക്ലിയർ ആയിക്കണോന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഏതാ ക്ലിയർ കുറവിച്ചാൽ അത് ക്ലിയർ ആക്കിയാൽ മതി. സംഗതി കുട്ടികൾ ഉഷാറാവും. ആകെ 5 കാര്യം. തോനെ പറഞ്ഞാൽ നിങ്ങൾ ഇടങ്ങാറാക്കണമെന്നില്ല. ഈ 5എണ്ണം ക്ലിയർ ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ക്ലിയർ ആക്കുക. 1, ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക. 2, ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരെന്നെയാണോ അയക്കണത് നോക്കുക. ഇല്ലെങ്കിൽ എന്താ കാട്ടിഞ്ഞിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ പിന്നെ ജനന സർട്ടിഫിക്കറ്റിലും അതായി, സ്കൂളിലും അതായി, SSLC ബുക്കിലും ആയി. ഇനി എന്താക്കുക? ഇനി നല്ലൊരു പേര് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെങ്കിലും ചെയ്യാം. നല്ലൊരു പേര് നമ്മൾ സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം. അവനാനെ പേര് അവനാൻ തന്നെ ഇടാൻ പറ്റും. അവനാന് നല്ലൊരു പേര് അവനാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇടാൻ പറ്റും. നല്ല പേര്, ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേര്. 3-മത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം അവനാൻ കഴിക്കുക, ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക. നമ്മൾ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനാണല്ലോ. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക്. നമുക്ക് സ്വന്തമായിട്ട് തിന്നാൻ തോന്നാൻ മുതലൊന്നും ആവശ്യമില്ല. നമുക്ക് തിന്നീരാന്ന് എഴുതിയിട്ട് ഒന്നിട്ട് സംഭവിക്കൂല. നമ്മൾ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനാണ്. അത് അറബിനെ എത്തിങ്ങാനെ ചേർത്തതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അറബിനെ എത്തിങ്ങാനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അതായത് മേശന്റെ അടിയിൽ കൂടെ വലിച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ അറബി ഇങ്ങനെ എത്തിങ്ങാനേലായി. ഇവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ പെരാറ്റുന്നതിനനുസരിച്ച് അറബി അവിടെ എത്തിങ്ങാനല്ല. അങ്ങനെ ആയതാണ്. എങ്ങനെ കുട്ടികൾ നേരാവുക? അത് തിന്നാലും നേരാവില്ല, അത് ഭാര്യ കൊടുത്താലും നേരാവില്ല, അത് ഭർത്താവ് തിന്നാലും നേരാവില്ല, അത് ഉമ്മ കൊടുത്താലും പറ്റൂല, അത് മക്ക കൊടുത്താലും നേരാവില്ല. ആദ്യം കുട്ടികൾ നേരാവണമെങ്കിൽ ഈ പൈസയൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അറബിനെ എത്തിങ്ങാനെന്ന് വെട്ടണം. സത്യം, നിങ്ങളൊന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് സംഗതി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം ആ മക്കൾ ഉപകാരമില്ലാതെ പോയാൽ എന്ത് ഗുണമുള്ളത്? മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണം സ്വന്തമായി കഴിക്കുകയും ഭാര്യ സന്താനങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും വേണം. ഹലാലാവണം, തൊയ്യിബായിരിക്കണം. 3-മത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കണം കുട്ടികളെ. വിവരത്തിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. ഒരാൾക്ക് കുറേ വിവരമുണ്ട്, ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. വിവരങ്ങളിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. 5-മത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദുആ ചെയ്യണം. ഉമ്മാന്റെയും വാപ്പാന്റെയും ദുആന്റെ അത്ര കുട്ടികൾക്ക് ഉപകാരമുള്ള വേറെ ദുആ ഉണ്ടാവില്ല. നമുക്ക് ദ്വാരക്കാൻ തീരെ നേരം കിട്ടൂല. ദ്വാരക്കാൻ എന്തെങ്കിലും കൊടുക്കാം. കുട്ടികൾ സാലിഹാവാൻ വേണ്ടി തോരുന്നോളി ഒരു 2250 റുപ്യ. എനിക്ക് വരാൻ നേരം ഉണ്ടാവില്ല കേട്ടോ. 2250 തന്നില്ലെങ്കിലും വേണ്ടില്ല, വരാൻ നേരം ഉണ്ടാവണം. അതാ വേണ്ട. മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ നമുക്ക് തീരെ നേരമില്ല. നമ്മൾ എന്താ വെച്ചാൽ കൊടുക്ക. വേറെ ആരെങ്കിലും ദ്വാരന്ന് കിട്ടിയാൽ നമുക്ക് ഖൈറായി, നമുക്ക് നേരമില്ല. ഇതാണ് സംഗതി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദുആ ചെയ്യണം. എന്റെ ഈ ശബ്ദം സഹോദരിമാര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉമ്മമാര് മനസ്സറിഞ്ഞു തോർന്ന ആൾക്കാരാണ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ആളുകൾ. ചരിത്രത്തിൽ ശ്രദ്ധേയരായ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചാൽ ഇമ്മാര് മനസ്സറിഞ്ഞു തോരുന്നവരാണ്. ഓക്കെ, മുഹ്യിദ്ദീൻ ഷേഖ്, ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ഉമ്മാന്റെ ദുആ. മാനവരുടെ പിതാവ് അബൂ സാലിഹ് നേരത്തെ മരണപ്പെട്ടു. ഉമ്മയാണ് നോക്കിയത്, ഉമ്മയാണ് തോരുന്നത്. ഉമ്മാന്റെ ഉപദേശങ്ങളാണ് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആയാണ്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു, ഉമ്മാന്റെ ദുആയാണ് ശാഫിഈ ഇമാമിന്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു
ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നുവെന്നും മഹാനവർകളുടെ ഉമ്മ ദുആ ചെയ്ത് 4000 അല്ലെങ്കിൽ 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു നേടി ബഹുമാനപ്പെട്ട ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. ഉമ്മാന്റെ ദുആ ജന്മന കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളാണ്. ഉമ്മാന്റെ ദുആ 4000 ഉസ്താദുമാര് 4 എണ്ണം മര്യാദക്ക് നമുക്കുണ്ടോ? അതിൽ തന്നെ 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം മല്ലാക്കാനെ ഓർമ്മ ഉണ്ടോ? ആകെ ഉള്ളത് 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം മല്ലാക്കയാണ്. 38 ഓർമ്മയില്ല. ഏത് നാട്ടുകാരനാ? അല്ലടാ നമ്മൾ ഇബ്രാഹിം മല്ലാക്ക ഏത് നാട്ടുകാരനായിരുന്നു എന്ന് ഓന്റെ ഉസ്താദിനെ പറ്റി വേറുള്ളവരോട് ചോദിച്ചിട്ട് വേണം. ഇതാണ് കോലം. ഉസ്താദന്മാരെ ഓർമ്മയില്ല നമുക്ക്. ആർക്കും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലൊരു ശതമാനത്തിന് ഓർമ്മയില്ല എന്നല്ല. ഗുരുനാഥന്മാര് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരുനാഥന്മാരെ ഓർമ്മ വേണം. ഇല്ലെങ്കിൽ എന്താ കാട്ടുക? ഇല്ലെങ്കിൽ ഉമ്മാനോട് പോയിട്ട് ചോദിച്ചു നോക്കണം, അമ്മ ഞാൻ ഇങ്ങനെ മൂക്കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെന്നപ്പോ പിന്നെ 1-ാം ക്ലാസ്സിലുള്ള ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു നോക്കണം. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒരു 500ന്റെ പുതിയ നോട്ട് കൊടുത്തങ്ങാണ്ട് ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പറയണം. പോകുമ്പോ ലേശം ആപ്പിളും വാങ്ങിക്കളി. മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ ഖബർ അറിയെങ്കിൽ ചെന്നിട്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞൊരു ഫാത്തിഹ ഓതുവായിരുന്നാല് അത് രണ്ടും പിടുത്തം കിട്ടണില്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് പാർസലെങ്കിലും അയച്ചാൽ ജീവിതം മെച്ചപ്പെടും. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. അത് ആദ്യം മൂപ്പര ഞാൻ വെള്ളം കുടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല. ഈ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ തന്നെ എടുത്തോളി. 4000 ഉസ്താദന്മാരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. قال النبي من خفف الأستاذ 3 بلوى قد بلت تلميذا أولها نسيان ما تعلما منه وفوت الرزق سوء الخاتمة. قال النبي മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ 3 ബൽവാ 3 പരീക്ഷണങ്ങൾ ഖദ് ബലത്തിൽ മീദ വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്നതാണ്. ഗുരുവിനെ നിസാരമാക്കിയാൽ 3 പരീക്ഷണം ഉണ്ടാവും. അത് ഏത് ഗുരു ആണെങ്കിലും, ഓനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഗുരുനാഥനാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ 3 പരീക്ഷണം ഉണ്ടാവും. ഏത് ഗുരു ആണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ 3 പരീക്ഷണം ഉണ്ടാവും. അവലുഹാ, ഒന്നാമത്തേത് നിസ്യാനുമാ തഅല്ലമാ മിന്നു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാണ്. മൊത്തം മറക്കുന്നല്ല, അവനിൽ നിന്ന് പഠിച്ചത് മറക്കും. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. ഇൽമ മറക്കുക പറഞ്ഞാലേ വിവരം മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടൂല എന്നല്ല. പരീക്ഷയ്ക്ക് പോയി എഴുതും, ഓന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, ഓന് റാങ്ക് ഉണ്ടാവും, ഓന് സ്വർണ്ണ മെഡൽ ഉണ്ടാവും, ഓന് റബീഉൽ അവ്വലിൽ മാല കിട്ടും, എല്ലാം കിട്ടും. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയില്ലാതെയാവലാണ്. മയ്യത്തുസ്കാരം പഠിച്ചു, കയ്യെട്ടിയിട്ട് 2ാമത്തെ തക്ബീറിലിട്ട് പടച്ചോനെ റബ്ബേ ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് ഓർമ്മയില്ല. ആവശ്യ നേരത്തെ ഓർമ്മയില്ലാതെ പോകും. അതാണ് ഇൽമിന്റെ മറവി. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനും ഉണ്ടാവും. ആവശ്യ നേരത്ത് ഗീർ മാറ്റാൻ മറക്കുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളെ ഇൻസൾട്ട് ചെയ്താലേ ഗീർ മാറ്റേണ്ട നേരത്തെ ഓർമ്മ വരണ്ടേ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതാ ഞാൻ ഗീർ മാറ്റാൻ മറന്നു എന്ന് പറഞ്ഞാൽ ഡിവൈഡറുമ പോയിട്ട് മറിഞ്ഞിട്ടുണ്ടാവും സാധനം. ആവശ്യ നേരത്തെ മറക്കും ഗുരുവിനെ നിസ്സാരാക്കിയാലേ. എന്നാ ഓനത് അറിയായിട്ടാണോ? അല്ലല്ലോ. ഡ്രൈവിംഗ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ബാക്കിയൊക്കെ അതേമാതിരി തന്നെ.